Good morning, students. Today we are going to discuss about the experimental research. Actually, this is the part 3 of type of research according to level of investigation. What is experimental research? Experimental research is a method used to establish cause and effect relationship or causal relationship between two variables or among a group of variables. രണ്ട് വേരിയബിൾസ് തമ്മിൽ ഉണ്ടാവുന്ന കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ അവർ തമ്മിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒരു ഡിപ്പെൻഡൻറ്റ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒന്നിൽ കൂടുതൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, അങ്ങനെ ഉള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന സ്റ്റഡിയാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. Experiment is the process of manipulating one or more independent variables and measuring their effect on one or more dependent variable. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ, എന്തായാലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി മാനിപ്പുലേഷൻ നടത്തിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ച് എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വരുന്നത് എന്നത് അറിയാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇപ്പോൾ മഴ, ഈൽഡ്, ഇത് നമ്മൾ കോറിലേഷൻ കോറിലേഷൻ പഠിക്കുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് വരുന്ന വേരിയബിൾസാണ്. അതുപോലെ ഇപ്പോൾ ഫെർട്ടിലിറ്റി ആൻഡ് വെതർ കണ്ടീഷൻസ് ആൻഡ് അഗ്രികൾച്ചറൽ ഈൽഡ്, ഇങ്ങനെയൊക്കെ വരുന്നതൊക്കെ നമ്മൾ മുമ്പ് കോറിലേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് അതിൻ്റെ എഫക്റ്റ് എന്താണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വന്നിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. The researcher can manipulate the independent variable according to his or her wishes. എന്താണ് ചേഞ്ച് വരേണ്ടത് എന്നനുസരിച്ചിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലാണ് ചേഞ്ച് വരുത്തുക. അപ്പോൾ അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് നടത്തുന്നത്. നമുക്കറിയാം കൊമേഴ്സിൽ ഇതിൻ്റെ അപ്ലിക്കേഷൻ കുറവാണ്. ഒരു സയൻറ്റിഫിക് റിസർച്ചിലൊക്കെ ഉള്ള അത്രയും ഒരു ഇമ്പോർട്ടൻസ് എക്സ്പെരിമെൻ്റൽ റിസർച്ചിന് കൊമേഴ്സ് സബ്ജക്റ്റിൽ കുറവാണ്. What are the features of experimental research? The researcher can affect a price change of a particular product and can measure the sale volume resulting out of it. ഇപ്പോൾ കൊമേഴ്സിൽ ഉണ്ടാവുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതാണ്. പ്രൈസ് ചേഞ്ചസ് എങ്ങനെ സെയിൽസ് വോളിയത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി വൈസ് വരുന്ന ഡിഫറൻസ് എങ്ങനെ പ്രൈസിൻ്റെ സെയിൽസ് വോളിയത്തിൽ ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന റിസർച്ച്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആർ ദ വേരിയബിൾസ് ഓൺ വിച്ച് ദ റിസർച്ചർ ഹാസ് നോ കൺട്രോൾ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിൽ റിസർച്ചർക്ക് കൺട്രോൾ ഇല്ല. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മുകളിലാണ് റിസർച്ചർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുക. ആ ചേഞ്ചിന് അക്കോർഡിംഗ് ആയിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് ചേഞ്ച് വന്നു എന്നുള്ളതാണ് ഇവിടെ സ്റ്റഡി നടത്തുന്നത്. റിസർച്ചർ ക്യാൻ മാനിപ്പുലേറ്റ് ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണോ റിസർച്ച് നടത്തുന്നത് അതിനെ രണ്ടോ അതിൽ കൂടുതൽ ഗ്രൂപ്പ്സായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് ചേഞ്ചസ് വരുത്തുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്നും, ചെയ്യാതെ നോർമലായിട്ട് വയ്ക്കുന്ന ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്നും പറയും. എന്നിട്ട് ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും കൺട്രോൾ ഗ്രൂപ്പിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ഈ മാനിപ്പുലേഷൻ, ഇപ്പോൾ നടത്തിയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ നടത്തിയിട്ടുള്ള ചേഞ്ച് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. ഇത് ജനറലി പറയുന്നതാണ്, എല്ലാറ്റിലും രണ്ട് ഗ്രൂപ്പ് എന്ന് നിയമമില്ല. അത് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ കാണാം. Then this is the diagram depicting the experimental research. Cause and effect relationship. Independent variable is the cause and dependent variable may be the effect. Then in manipulation is made in the independent variable and measure the effect on dependent variable. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വരുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ. ഈ വേരിയബിൾസ്, ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട് എന്നുള്ളതാണ്. എക്സ്പെരിമെൻ്റൽ വേരിയബിൾസിൽ മെയിനായിട്ട് 3 കാറ്റഗറീസ് ഓഫ് വേരിയബിൾസ് ഉണ്ട്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ മെഷർ ചെയ്യാൻ പറ്റും. ഈ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിൾ ഇതിനെ ഇൻ ബിറ്റ്വീൻ
വർക്ക് ചെയ്യുന്ന കൺഫൗണ്ടിങ്, ഇതിനെ എന്തെങ്കിലും എഫക്റ്റ് ചെയ്യുന്ന വേരിയബിളാണ്. അതിൻ്റെ മുകളിൽ റിസർച്ചർക്ക് ഒരു കൺട്രോളും ഉണ്ടാവില്ല. റിസർച്ചറുടെ കൺട്രോളിൻ്റെ പുറത്തായിട്ട് വരുന്നതാണ് എക്സ്ട്രേനിയസ് വേരിയബിൾസ്. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കണ്ടീഷൻ എ കണ്ടീഷൻ ബി ഇൻഫ്ലുവൻസ് ചെക്ക് ചെയ്യുന്നു ഏതിൽ? ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ. ഇതിനെ പുറമേ നിന്ന് വരുന്ന, ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റിസർച്ചർ കൺസിഡർ ചെയ്യാത്ത ചില വേരിയബിൾസ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഉള്ള വേരിയബിളിനാണ് എക്സ്ട്രേനിയസ് വേരിയബിൾ, കൺഫൗണ്ടിങ് വേരിയബിൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ കൺട്രോൾ സിറ്റുവേഷനിലായിരിക്കും റിസർച്ച് നടക്കുന്നുണ്ടാവുക, എങ്കിൽ പോലും എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ചില വേരിയബിൾസ് അവിടെ എഫക്റ്റ് ചെയ്യും. ഇനി അഡ്വാൻറ്റേജസ്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് കോസൽ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല റിസർച്ച് മെത്തേഡാണ്. ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള വേറൊരു റിസർച്ച് ടെക്നിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ദ ഹ്യൂമൻ എറർ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ദ മിനിമം. ഇപ്പം ബയാസൊക്കെ വളരെ കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണോ അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ച് അത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹ്യൂമൻ എറേഴ്സ് വളരെ കുറവായിരിക്കും. ഇറ്റ് ഹെൽപ്പ് ടു പ്രൊഡ്യൂസ് എക്സാക്ട് മെഷർമെൻറ്റ്, കറക്റ്റ് മെഷർമെൻറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഈ ഡിസഡ്വാൻറ്റേജ് നോക്കാം. മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് റിസർച്ചാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഒന്നാമത് അതിന് കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഡിസൈഡ് ചെയ്യാൻ തന്നെ, ഏത് ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പാക്കും, എങ്ങനെ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിന് പുറമെ അതിനെ കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കമ്പയറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കമ്പയർ ചെയ്യുക എന്നുള്ള ടെക്നിക്കും ബുദ്ധിമുട്ടാണ്. ദ സ്കോപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ ഇറ്റ് ഈസ് ഹ്യൂമൻ ബീയിങ് ഈസ് ലിമിറ്റഡ്. ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ഹ്യൂമൻ ബീയിങ്ങിൽ നടത്താൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ള രീതിയിൽ ചെയ്യുന്ന വേറെ ഏതെങ്കിലും കണ്ടീഷനിൽ ചെയ്യുന്ന പോലെയല്ല, മനുഷ്യനിൽ ഒരു റിസർച്ച് നടത്തിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ഇൻ സ്റ്റഡീസ് റിലേറ്റഡ് ടു ഫ്യൂച്ചർ. ഇപ്പോൾ കഴിഞ്ഞു പോയത് എന്താണ്? കോസ് ആൻഡ് എഫക്റ്റ് ആണ്. മുമ്പ് എന്തായിരുന്നു, അത് എങ്ങനെ എഫക്റ്റ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ ഇത് പാസ്റ്റ് സെൻറ്റേർഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് അല്ല. ഇറ്റ് കാനോട്ട് ബി യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ ഒപ്പീനിയൻ, മോട്ടീവ് ആൻഡ് ഇൻറ്റൻഷൻ ഓഫ് ഇൻഡിവിജ്വൽ. ഇനി ഭാവിയിൽ ഇയാളുടെ ഇൻറ്റൻഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. ഇതുവരെ എന്തായിരുന്നു എന്ന് മാത്രമാണ് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ലാക്സ് റിയലിസം. ഇപ്പോൾ ഒരു കൺട്രോൾഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് റിയൽ ലൈഫുമായിട്ട് ചിലപ്പോൾ റിലേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഈ ടൈപ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് മെയിനായിട്ട് വരുന്ന രണ്ട് ടൈപ്പ്: ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ആൻഡ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൺട്രോൾഡ് സിറ്റുവേഷൻ ആക്കുകയാണ്. അപ്പോൾ ഒരു ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾഡ് കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ എന്തൊക്കെയാണോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതൊക്കെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കൺട്രോൾഡ് സിറ്റുവേഷനാണ് ലബോറട്ടറി. അതൊരു ആർട്ടിഫിഷ്യൽ സെറ്റിങ്സ് ആണ്. ബട്ട് ഫീൽഡ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഫീൽഡിൽ നേരിട്ട് ഇറങ്ങി നടത്തുന്ന എക്സ്പെരിമെൻ്റാണ് ഫീൽഡ് എക്സ്പെരിമെൻറ്റ്. ഇനി ഇതിൽ ഡിസൈൻസ് ഉണ്ട്. എക്സ്പെരിമെൻ്റൽ ഡിസൈനിനെ നമ്മൾ ഒരു മെയിനായിട്ട് മൂന്നായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്: പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആൻഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ് ആർ ദ റിസർച്ച് ഡിസൈൻസ് വിച്ച് കാനോട്ട് കംപ്ലീറ്റ്ലി ടേംഡ് ആസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ മുഴുവൻ സ്വഭാവം ഇല്ലാത്ത റിസർച്ചുകളായിരിക്കും പ്രീ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ വരുന്നത്. ഈ ട്രൂ എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റായിട്ട് എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്താണെന്ന് ചോദിച്ചാൽ അത് ട്രൂ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനാണ്. Then quasi experimental design. What do you mean by quasi? നമ്മളുടെ ഭരണഘടന ക്വാസി ഫെഡറൽ ഭരണഘടനയാണെന്ന് പറയും. പിന്നെ ഫെഡറലിൻ്റെ സ്വഭാവം മുഴുവനായിട്ടില്ല, യൂണിറ്ററി സ്വഭാവം മുഴുവനായിട്ടില്ല. അപ്പോൾ യൂണിറ്ററിയുടെയും ഫെഡറലിൻ്റെയും മിക്സായിട്ട് വരുന്ന ഒരു സ്വഭാവമാണ് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഉള്ളത്. അതിനെയാണ് നമ്മൾ ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. ഇവിടെ ക്വാസി എക്സ്പെരിമെൻ്റൽ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻ്റലിൻ്റെ മുഴുവൻ സ്വഭാവമില്ല, സർവേയുടെ മുഴുവൻ സ്വഭാവമില്ല. ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്ക് വെച്ച് വന്ന് പൊതുവേ എല്ലാ സോഷ്യൽ സയൻസ് റിസർച്ചുകളിലും ഉപയോഗിക്കുന്ന മെത്തേഡാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. നമ്മളുടെ കൊമേഴ്സിലും കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ്. ഈ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് പ്രീ എക്സ്പെരിമെൻ്റൽ, ട്രൂ എക്സ്പെരിമെൻ്റൽ, ക്വാസി എക്സ്പെരിമെൻ്റൽ. In pre-experimental design, there are three types of designs: one-shot case study,
1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ, സ്റ്റാറ്റിക് ഗ്രൂപ്പ്, ഇങ്ങനെ 3 ഡിസൈൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിക്ക് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ദെൻ ട്രൂ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ 3 എണ്ണം വരുന്നുണ്ട്. പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ആൻഡ് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. ദെൻ ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ ടൈം സീരീസ് ഉണ്ട്, മൾട്ടിപ്പിൾ ടൈം സീരീസ് ഉണ്ട്. ഇതിനെ ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻസ്. ഇതിന് റാൻഡമൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നില്ല. റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞാൽ 2 ഗ്രൂപ്പ്, കൺട്രോൾ ഗ്രൂപ്പ് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ആ 2 ഗ്രൂപ്പിൻ്റെയും സ്വഭാവം സിമിലർ ആവണം. സിമിലർ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കാണ് റാൻഡമൈസേഷൻ. ആ റാൻഡമൈസേഷൻ കൃത്യമായി ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ഡിസൈൻ അല്ല പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. 2 ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നു എന്നല്ലാതെ അതിന് കൃത്യമായിട്ടും ഒരേപോലത്തെ ഗ്രൂപ്പുകളായിട്ട് റാൻഡമൈസ് ചെയ്തിട്ട് എടുക്കുന്ന ഡിസൈൻ അല്ല പ്രീ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ഇതിൻ്റെ ടൈപ്സ്: 1 ഷോട്ട് കേസ് സ്റ്റഡി. 1 ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, ഓൺലി 1 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ മുകളിൽ ഒറ്റ പ്രാവശ്യം മാത്രം സ്റ്റഡി ഒബ്സർവേഷൻ എടുക്കുന്ന ഒറ്റ പ്രാവശ്യം മാത്രം ടെസ്റ്റ് ചെയ്യുന്നതാണ് 1 ഗ്രൂപ്പ് 1 ഷോട്ട് കേസ് സ്റ്റഡി. ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, ആ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, ഒരു പ്രാവശ്യം മാത്രം അവരുടെ റിസൾട്ട് സ്റ്റഡി ചെയ്യുന്നു. ഇനി 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് നടത്തുന്നു, ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരു ടെസ്റ്റ് നടത്തുന്നു. അപ്പോൾ ആദ്യം ട്രീറ്റ്മെൻറ്റ് പിന്നെ ഒരു ടെസ്റ്റ്, അങ്ങനെ 3 ഭാഗമായിട്ടായിരിക്കും ഇതിൽ നടക്കുന്നുണ്ടാവുക. പ്രീ ടെസ്റ്റ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. അങ്ങനെ നടത്തുന്ന റിസർച്ചാണ് 1 ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ. ഒരു ഗ്രൂപ്പേ ഉള്ളൂ, ഒറ്റ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് മാത്രമാണ് അവിടെ ഉണ്ടാവുക. നെക്സ്റ്റ്, സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ ഡിസൈൻ. ഇൻ ദിസ് ഡിസൈൻ അറ്റ്ലീസ്റ്റ് 2 ഗ്രൂപ്പ്സ് ആർ ഇൻവോൾവ്. നേരത്തെ പറഞ്ഞ 2ലും ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, ഇവിടെ 2 ഗ്രൂപ്പ് ഉണ്ട്. ആഫ്റ്റർ 1 ഗ്രൂപ്പ് റിസീവ്സ് ദ ട്രീറ്റ്മെൻറ്റ് ഓൾ ഗ്രൂപ്പ്സ് ആർ പോസ്റ്റ് ടെസ്റ്റഡ്. 2 ഗ്രൂപ്പുണ്ട്, ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, എന്നിട്ട് എല്ലാ ഗ്രൂപ്പിനും പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു. അതാണ് സ്റ്റാറ്റിക് ഗ്രൂപ്പ് കമ്പാരിസൺ. ഇനി ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അവിടെ റാൻഡമൈസേഷൻ നടത്തുന്നുണ്ട്, കൃത്യമായി 2 ഗ്രൂപ്പിനും ഒരേ സ്വഭാവമുള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് 2 ഗ്രൂപ്പിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അതാണ് ഒരു ഗ്രൂപ്പിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, കൺട്രോൾ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു, എന്നിട്ട് 2നെയും കൂടിയും കമ്പയർ ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന ഡിസൈൻ, ട്രൂ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ വരുന്ന ഡിസൈൻ. ഇപ്പോൾ ഇവിടെ പ്രീ ടെസ്റ്റ് നടത്തുന്നുണ്ട്, റാൻഡമൈസ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു, പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു. ഇവിടെ റാൻഡമൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നോക്കും. ഒന്ന്, റാൻഡം സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ്. ഇപ്പോൾ നമ്മൾ BCom BBA 2 ബാച്ചിലെ കുട്ടികളുടെ മുകളിൽ BComന് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്ലാസ് കൊടുക്കുന്നു, BBAക്ക് അത് കൊടുക്കുന്നില്ല, എന്നിട്ട് 2നെയും കൂടി കമ്പയർ ചെയ്യുന്നു. അങ്ങനെ വരികയാണെങ്കിൽ ചെയ്യുമ്പോൾ BComനും BBAയിലെയും കുട്ടികളുടെ എല്ലാവരുടെയും ഇൻ്റലിജൻസ് ഒരേപോലെയല്ല, എല്ലാവരുടെയും സ്പാൻ ഓഫ് അറ്റൻഷൻ ഒരേപോലെയല്ല. അപ്പോൾ അതൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏകദേശം ഒരേ സൈക്കോളജിക്കൽ സ്വഭാവം വരുന്ന കുട്ടികളെ 2 ഗ്രൂപ്പിലെയും കുട്ടികളിൽ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് നടത്തി ഒരേ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരേ ഇൻ്റലിജൻസ് ലെവൽ ഉള്ള കുട്ടികളുടെ 2 ഗ്രൂപ്പായിട്ട്, BComലും ഒരു 25 കുട്ടികൾ ഒരേ ഏകദേശം ഒരേ കാറ്റഗറിയിൽ വരുന്നത്, അതേ കാറ്റഗറിയിൽ വരുന്ന BBAയിൽ 25 കുട്ടികൾ, ഇങ്ങനെ 2 പേരെയും എടുത്തിട്ട് സ്റ്റഡി നടത്തുന്നത് ഇതിനൊരു എക്സാമ്പിളാണ്. അങ്ങനെ 2ലെയും ഏകദേശം ഒരേ സ്വഭാവവിശേഷമുള്ള കുട്ടികളെയാണ് നമ്മൾ സ്റ്റഡിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ റാൻഡം സെലക്ഷൻ ഓഫ് സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഇന്ന കുട്ടിയെ എടുക്കണം എന്നൊരു പർപ്പസീവായിട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ റിസർച്ചറുടെ ഭാഗത്തുനിന്ന് ഒരു ബയാസോ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവരുത്. എല്ലാവരും ഈക്വലി ചാൻസ് ഫോർ സെലക്ഷനാണ്. യൂസ് ഓഫ് കൺട്രോൾ ഗ്രൂപ്പ് വേണം. റാൻഡം അസൈൻമെൻറ്റ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. ഇതിലിപ്പോൾ ഏത് കുട്ടിക്ക് ഏത് ആളെ ഏത് ഗ്രൂപ്പിലാവണം എന്നുള്ളത് കൃത്യമായി തീരുമാനിക്കാൻ പറ്റില്ല. അത് റാൻഡമായിട്ട് അസൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അസൈൻമെൻറ്റ് ഓഫ് ഗ്രൂപ്പ്സ് ടു കൺട്രോൾ ആൻഡ് എക്സ്പെരിമെൻ്റൽ കണ്ടീഷൻസ്. എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിൽ കൊടുക്കുമ്പോഴും ഏത് ഗ്രൂപ്പിനാണ് കൊടുക്കുന്നത് മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാതെ, നേരത്തെ പറഞ്ഞ പോലെ BComന് മാത്രം കൊടുക്കുന്നു തീരുമാനിക്കാതെ 2 ഗ്രൂപ്പിനെയും ഡിസൈഡ് ചെയ്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ റാൻഡമായി സെലക്ട് ചെയ്തിട്ട് അസൈൻ ചെയ്യുന്നു, ഏത് എക്സ്പെരിമെൻ്റൽ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ്
ഇവിടെ പറയുന്നത്. ഇനി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈനിൽ 3 ടൈപ്പ് വരുന്നുണ്ട്. ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. കൺട്രോൾ ഗ്രൂപ്പ് എന്ന വാക്ക് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടെന്നാണ്. കാരണം എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ഓൾറെഡി ഉണ്ട്. ഏത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്. അപ്പോൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദർ ആർ 2 ഗ്രൂപ്പ്സ്, 1 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആൻഡ് 1 കൺട്രോൾ ഗ്രൂപ്പ്. ദെൻ ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. അപ്പോൾ 2 ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പിനും പോസ്റ്റ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നു. അപ്പോൾ റാൻഡം സെലക്ഷൻ ആണ്. റാൻഡം സെലക്ഷന് ശേഷം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അതിനുശേഷം 2 ഗ്രൂപ്പിനും പോസ്റ്റ് ടെസ്റ്റ് മാത്രം ചെയ്യുന്നു. പ്രീ ടെസ്റ്റ് 2 ഗ്രൂപ്പിനും ചെയ്യുന്നില്ല. അതാണ് ഫസ്റ്റ് ഡിസൈൻ, ദ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ദ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 2 ഗ്രൂപ്പ്സ് ആർ ദർ, 1 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആൻഡ് 1 കൺട്രോൾ ഗ്രൂപ്പ്. ദെൻ ഹൗ മെനി ടെസ്റ്റ് ആർ ദർ? പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ 2 ഗ്രൂപ്പ് ഉണ്ട്, ഒരു ടെസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്, പ്രീ ടെസ്റ്റ് ആൻഡ് പോസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ 2 ഗ്രൂപ്പ് ഉണ്ട്, 2 ടെസ്റ്റ് ഉണ്ട്. അതാണ് പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ദെൻ ദർ ആർ 4 ഗ്രൂപ്പ്സ് ഇൻ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. 4 ഗ്രൂപ്പ് ഉണ്ട്. 4 ഗ്രൂപ്പിനും 4 ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, 2 ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പ്. അതിൽ 2 ഗ്രൂപ്പിന് പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ചെയ്യുന്നു, 2 ഗ്രൂപ്പിന് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി നടത്തുന്നു. ഇതാണ് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈനിൻ്റെ പ്രത്യേകത. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. 6 എന്ന് പറയുന്നത് റാൻഡമൈസേഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. റാൻഡമൈസേഷൻ ചെയ്തതിന് ശേഷം എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും കൺട്രോൾ ഗ്രൂപ്പിനെയും ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആ ട്രീറ്റ്മെൻറ്റാണ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ട്രീറ്റ്മെൻ്റ് ആണ്, എക്സ്പെരിമെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. ഇനി ഒ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഓർ ടെസ്റ്റ്. ഒന്നുകൂടി പറയാം. ആർ ഡിനോട്ട് ടു റാൻഡമൈസേഷൻ, എക്സ് ഡിനോട്ട് ടു ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഒ ഡിനോട്ട്സ് ടു ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ്. അതിൻ്റെ അർത്ഥം അവിടെ പോസ്റ്റ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ എന്നാണ്. ട്രീറ്റ്മെൻറ്റിന് മുന്നേ ഒരു ഒ ഉണ്ടെങ്കിൽ അവിടെ പ്രീ ടെസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. ക്ലിയർ? റാൻഡമൈസ്ഡ് 2 ഗ്രൂപ്പ്സ് ആർ ദർ, experimental group and control group. For experiment group only there is a treatment, and after the treatment post tests are conducted for both the groups. ഇതാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. റാൻഡമൈസ്ഡ് ഗ്രൂപ്പാണ്, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. കൺട്രോൾ ഗ്രൂപ്പിനും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനും പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നു. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത റാൻഡമൈസ്ഡ് സബ്ജക്ട്സ്, പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്, കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. പ്രീ ടെസ്റ്റും ഉണ്ട്, പോസ്റ്റ് ടെസ്റ്റും ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. അതിൻ്റെ അർത്ഥം ദർ ആർ 2 ഗ്രൂപ്പ്സ് ആൻഡ് 2 ടെസ്റ്റ്സ്. ട്രൂ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ ആണ്. ആദ്യം റാൻഡമൈസേഷൻ ഉണ്ട്, അതാണ് 6. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും ഡിസൈഡ് ചെയ്യുന്നു റാൻഡമൈസേഷനിലൂടെ. ദർ ഈസ് എ പ്രീ ടെസ്റ്റ്, ദാറ്റ് ഈസ് ഒ. ദെൻ എ ട്രീറ്റ്മെൻറ്റ് ഓൺലി ഫോർ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് എ പോസ്റ്റ് ടെസ്റ്റ് ഒ. അപ്പോൾ O11 എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെ പ്രീ ടെസ്റ്റ്. O12 എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൻ്റെ പോസ്റ്റ് ടെസ്റ്റ്. 21 എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പിൻ്റെ പ്രീ ടെസ്റ്റ്. 22 എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പിൻ്റെ പോസ്റ്റ് ടെസ്റ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. 4 ഗ്രൂപ്പ്സ് ആർ ദർ, 2 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ് ആൻഡ് 2 കൺട്രോൾ ഗ്രൂപ്പ്സ്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിൽ ഒന്നിന് മാത്രം പ്രീ ടെസ്റ്റ് നടത്തുന്നു, കൺട്രോൾ ഗ്രൂപ്പിലും ഒന്നിന് മാത്രം പ്രീ ടെസ്റ്റ് നടത്തുന്നു. ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് ഫോർ ബോത്ത് 2 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ്. 2 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് മാത്രം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് 4 ഗ്രൂപ്പ്സ് ആർ പോസ്റ്റ് ടെസ്റ്റഡ്. ഇതാണ് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. ഗ്രൂപ്പ് 1 എന്താണ്? എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 2 കൺട്രോൾ ഗ്രൂപ്പാണ്. ഇത് രണ്ടും പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും നടത്തുന്ന 2 ഗ്രൂപ്പുകളാണ്. ആദ്യം പറഞ്ഞ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2. ഈ ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പാണ്. ഈ 3ക്കും 4നും പ്രീ ടെസ്റ്റ് നടത്തുന്നില്ല, പോസ്റ്റ് ടെസ്റ്റ് മാത്രമേ നടത്തുന്നുള്ളൂ. ആർ റാൻഡമൈസേഷൻ, റാൻഡമൈസ്ഡ് 4 ഗ്രൂപ്പ്സ്. ഗ്രൂപ്പ് 1 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ഗ്രൂപ്പ് 2 കൺട്രോൾ ഗ്രൂപ്പ്, ഗ്രൂപ്പ് 3 എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്, ഗ്രൂപ്പ് 4 കൺട്രോൾ ഗ്രൂപ്പ്. ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 3ക്കും
ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നായിട്ട് ഗ്രൂപ്പ് 1നും ഗ്രൂപ്പ് 2ക്കും ഒരു പ്രീ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് 4 ഗ്രൂപ്പിനും പോസ്റ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇതാണ് സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ. The last category is quasi-experimental design. എക്സ്പെരിമെൻ്റൽ ഡിസൈനിൻ്റെ കുറേ സ്വഭാവമുണ്ട്, എന്നാൽ അതിൻ്റെ മുഴുവൻ സ്വഭാവമില്ലാത്ത ഒരു എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ട്, ബട്ട് ദർ ഇസ് നോ റാൻഡമൈസേഷൻ. അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ല, അവിടെ അതിനുള്ളൊരു സാധ്യത ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് അവിടെ ക്വാസി എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആവുന്നത്. ഇനി ഇതിന് 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ, സെക്കൻഡ് വൺ ടൈം സീരീസ് ഡിസൈൻ, തേർഡ് വൺ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ റാൻഡമൈസേഷൻ നടക്കുന്നില്ല, ബട്ട് ദർ ആർ 2 ഗ്രൂപ്പ്സ്. എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. നോൺ ഇക്വലൻ്റ് ആണ്, അവർ തമ്മിൽ റാൻഡമൈസേഷൻ നടത്തിയിട്ട് 2 ഗ്രൂപ്പിനെ ഈക്വലൻ്റ് ആക്കിയിട്ടില്ല, പക്ഷേ 2 ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വരുന്ന ഡിസൈനാണ് നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ദെൻ ടൈം സീരീസ് ഡിസൈൻ. ടൈം സീരീസ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം സീരീസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരേ കാര്യത്തിനെ കുറിച്ച് അനാലിസിസ് നടത്തുന്നതാണ് ടൈം സീരീസ്. അപ്പോൾ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പും കുറേ ടൈംസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും, ട്രീറ്റ്മെൻറ്റിന് ശേഷവും പല പ്രാവശ്യം ടെസ്റ്റ് നടത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനെ, ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എടുത്താൽ ആ ഗ്രൂപ്പിനെ കുറേ കാലങ്ങളോളം, ഇപ്പോൾ ഒരു ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന റിസൾട്ട്സിനനുസരിച്ചാണ് ഈ ലോങ് പീരീഡിൻ്റെ കാലം തീരുമാനിക്കുക. ഇപ്പോൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ ലോങ് പീരീഡ് ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും ഒരു ആളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ അതിന് ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡാണ്. അപ്പോൾ ലോങ് പീരീഡ് എന്ന് പറയുമ്പോൾ 5 വർഷം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏതാണോ നമ്മൾ എടുക്കുന്ന റിസർച്ച് ടോപ്പിക് അതിനനുസരിച്ച് ഈ ലെങ്ത് ഓഫ് പീരീഡ് ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. 2 ഗ്രൂപ്പുകളെയും ബാലൻസ് ചെയ്തിട്ട് ചെയ്യുന്ന ഡിസൈനാണ് കൗണ്ടർ ബാലൻസ്ഡ് ഡിസൈൻ. ഇനി നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ സയൻസ് റിസർച്ചുകളിലും കൊമേഴ്സ് റിസർച്ചുകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന എക്സ്പെരിമെൻ്റൽ ഡിസൈനാണ് നോൺ ഇക്വലൻറ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. നോൺ ഇക്വലൻ്റ് അല്ലാത്ത കൺട്രോൾ ഗ്രൂപ്പും എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും തമ്മിൽ നടത്തുന്ന കമ്പാരിസനാണ്. പ്രീ ടെസ്റ്റും ഉണ്ടായിരിക്കും, പോസ്റ്റ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഈ ടൈം സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഈ കൗണ്ടർ ബാലൻസ് ഡിസൈൻ ഇതിനെ ഇക്വേറ്റ് ചെയ്തിട്ടുള്ള 2 ഗ്രൂപ്പുകളാണ്. ഈ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിനെയും കൺട്രോൾ ഗ്രൂപ്പിനെയും ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇക്വേറ്റ് ചെയ്യുന്നത് കൃത്യമായൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഏകദേശം ഒരു ഈക്വലൈസേഷൻ, ഒരു കൗണ്ടർ പാർട്ടായിട്ട് എടുക്കുക. ഏകദേശം ഒരേ ഇതിൽ വരുന്ന 2 എണ്ണം അങ്ങനെ രീതിയിൽ എടുക്കുക. എന്നിട്ട് അതിന് ഈക്വൽ നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും. ഇനി കൺട്രോൾ ഗ്രൂപ്പിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഇനി കൊടുക്കാതെയല്ല, ചില സമയത്ത് എന്ത് ചെയ്യും, കൺട്രോൾ ഗ്രൂപ്പിന് വേറൊരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പിന് വേറെ ടൈപ്പ്. ഇത്രയുമാണ് ഇതിൽ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഇനി ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനിയുള്ള ചാപ്റ്ററുകളിൽ. പക്ഷേ എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് കൊമേഴ്സിൽ അതിന് സ്കോപ്പ് കുറവ് ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ചാപ്റ്ററോട് കൂടി നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. എക്സ്പെരിമെൻ്റൽ ഡിസൈൻ എന്ന് പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ വേണ്ടി കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന റിസർച്ചാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. അപ്പോൾ റാൻഡംലി അസൈൻ ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടാവും, അതിന് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. പ്രീ ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പ്രീ ടെസ്റ്റ് ചെയ്തത്, അങ്ങനെ 2 എണ്ണം ഉണ്ടാവും. പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഉള്ളതുണ്ടാവും, പോസ്റ്റ് ടെസ്റ്റും പ്രീ ടെസ്റ്റും ഉള്ളതുണ്ടാവും. ഇനി ഇതിൽ ക്വാസി എക്സ്പെരിമെൻ്റലാണെങ്കിൽ പ്രീ ടെസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യാത്തത്, ആഫ്റ്റർ മാത്രം അങ്ങനെയുള്ളത്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഡൗട്ട് ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. ബുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ഉള്ളത് വായിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.